ബി ആർ അംബേദ്കറിൻ്റെ പേര് ഇങ്ങനെ പറയരുതെന്നാണ് യഥാർത്ഥത്തിൽ ബി ജെ പിക്കാർ പിന്നെ അമിത്ഷാ പറഞ്ഞത്. ഇന്ന് രാജ്യസഭ തുടങ്ങിയപ്പോൾ തന്നെ ബി ആർ അംബേദ്കർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അമിത്ഷാ പറഞ്ഞത് യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ബി ജെ പിക്കാരും കൂടിയല്ലേ. അദ്ദേഹം പറഞ്ഞല്ലോ ബി ആർ അംബേദ്കറുടെ പേര് അങ്ങനെ പറയരുതെന്ന്. എന്തുകൊണ്ടെന്ന് ബി ആർ അംബേദ്കറുടെ പേര് പറയാതെ സ്ഥിരം ഉന്നയിക്കുന്ന ജയ് ശ്രീറാം എന്നുള്ള മുദ്രാവാക്യം എന്തുകൊണ്ടാണ് ബി ജെ പിക്കാർ മുഴക്കാതിരുന്നത്? ബി ജെ പി പറയുന്നത് ഒന്നും ചെയ്തിട്ടില്ല എന്നാണ്. അതായത് ഇന്നലെ അമിത്ഷായുടെ പ്രസ് മീറ്റിൽ അദ്ദേഹം ചോദിക്കുന്നത് കോൺഗ്രസും നെഹ്റുവും അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി നെഹ്റു പരിവാറും അംബേദ്കറിന് വേണ്ടി ചെയ്ത ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുക, അതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അതായത് ഇന്ത്യയുടെ മഹത്തായ ഭരണഘടനയുടെ മുഖ്യ ശില്പി എന്നുള്ള പദവി ബി ആർ അംബേദ്കർ കൊടുത്തത് ആർ എസ് ആണ്. മുഖ്യ ശില്പി. ഇന്ന് ബി ആർ അംബേദ്കറിനെ ലോകം അറിയപ്പെടുന്നത് ഭാരതരത്ന കൊണ്ടാണോ? ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ ശില്പിയായിട്ടല്ലേ, ചീഫ് ആർക്കിടെക്റ്റ് ആയിട്ടല്ലേ? അദ്ദേഹത്തിൻ്റെ പിന്നെ നിയമമന്ത്രിയാക്കിയത് ആരാണ്? യഥാർത്ഥത്തിൽ നിങ്ങൾ ചരിത്രം പഠിച്ചു നോക്ക്. ഹിന്ദു കോഡ് പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ യഥാർത്ഥത്തിൽ RSS ഉയർത്തിയ മുദ്രാവാക്യം എന്താണെന്ന് നിങ്ങൾ ഒന്ന് നോക്ക്. ഹിന്ദു കോഡിനെതിരെ RSSന്റെ നിലപാടെന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു വെളിപ്പാടകലെയുള്ള തീൻമൂർത്തി ലൈബ്രറിയിൽ ആ കാലഘട്ടത്തിലെ ഓർഗനൈസറിൻ്റെ പതിപ്പുകൾ പരിശോധിച്ചാൽ മതി. ആ പതിപ്പ് പരിശോധിച്ചൊരു വ്യക്തിയാണ് ഞാൻ. എന്താണ് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് RSS മുഖപ്രസംഗം എഴുതിയതെന്നുള്ളത് നിങ്ങൾ പോയി വായിച്ചു നോക്ക്. അത് കൃത്യമായിട്ട് അംബേദ്കറിനെയും ഭരണഘടനയെയും തള്ളിക്കളയാണ് ചെയ്തത്. ആ ഭാഗം മുഴുവൻ ഞാൻ രാജ്യസഭയിൽ പ്രസംഗിച്ചപ്പോൾ ഉദ്ധരിച്ചു. അതായത് ഇത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ വെക്കുന്നതാണ്. ഇത് ബ്രിട്ടീഷുകാരൻ്റെ തട്ടിപ്പാണ് ഈ ഭരണഘടന. ഈ ഈ വലിയ മഹാപാതകം തിരുത്താൻ വേണ്ടി ഞങ്ങൾ തയ്യാറാകണം. ആ തിരുത്തൽ ഞങ്ങൾ ഭയന്നതുകൊണ്ടാണ് ഈ ഭരണഘടന മാറ്റാൻ വേണ്ടിയിട്ട് ബി ജെ പി ശ്രമിക്കുന്നു എന്നുള്ള കാര്യം ഒരു ജാഗ്രതാ മുന്നറിയിപ്പ് പോലെ ഞങ്ങൾ ഉയർത്തിയത്.